ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ലിറ്റർജിക്കൽ ക്യൂസിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാര വിഷയമാക്കുന്നത് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ്, ദിവ്യകാരുണ്യ സ്വീകരണ ശുശ്രൂഷയ്ക്ക് മുമ്പ് നടത്തുന്ന അനുതാപ കാറോസസായും ആ സമയത്ത് കാർമ്മികൻ ചൊല്ലുന്ന കുശാപ്പായും, അനുതാപ കാറോസസായിക്ക് മുന്നോടിയായി ശംശാന നടത്തുന്ന പ്രഘോഷണവും കാറോസസായും, ഇതിനുശേഷം നടക്കുന്ന പാപവിമോചക പ്രാർത്ഥനയുമാണ്. അനുതാപ കാറോസസായിക്ക് മുന്നോടിയായി പ്രാരംഭമായി ശംശാന ഒരു ഉദ്ഘോഷണം നടത്തുന്നുണ്ട്. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് വേണ്ടി, ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ദൈവജനത്തെ പ്രചോദിപ്പിക്കുന്നതാണ്, ഒരുക്കുന്നതാണ് ആ പ്രഘോഷണത്തിൻ്റെ കാതൽ. ദൈവജനത്തിന് മനസ്താപമുണ്ടാകണമെന്നും തുടർന്ന് ആ മനസ്താപത്തിലൂടെ നവീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നും ആ ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകുവാനുള്ള ആത്മീയ പ്രതിജ്ഞ എടുക്കണമെന്നും ദൈവകരുണയ്ക്കായി യാചിക്കണമെന്നുമുള്ള ചിന്തയാണ് ഈ പ്രഘോഷണം നമുക്ക് നൽകുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന, മനസ്തപിക്കുന്ന, പ്രതിജ്ഞയെടുക്കുന്ന ദൈവജനം പിന്നീട് മറ്റുള്ളവരോട് ക്ഷമിച്ച് പാപങ്ങളിൽ നിന്നെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുകയാണ്. അനുതാപ കാറോസസായിക്ക് മുമ്പുള്ള ആ പ്രഘോഷണത്തിൽ, ശുശ്രൂഷ ആഹ്വാനത്തിൽ ഈശോയുടെ ജീവിത രഹസ്യങ്ങളെ അവിടെ വളരെ ചെറുതായി വിവരിക്കുന്നുണ്ട്. നിർമ്മല ഹൃദയത്തോടും സത്യവിശ്വാസത്തോടും കൂടെ കർത്താവിൻ്റെ പീഡാനുഭവം സ്മരിക്കണം, ഉത്ഥാനം ധ്യാനിക്കണം. പിന്നീട് കർത്താവ് മനുഷ്യനായി അവതരിച്ചതും ഈ ലോകത്തിൽ ജീവിച്ചതും പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതുമെല്ലാം പറയുന്നുണ്ട്. അവിടുന്ന് തൻ്റെ ജീവദായകമായ നിയമങ്ങളും കൽപ്പനകളും വഴി നമ്മെ തെറ്റിൽ നിന്ന് അകറ്റി സത്യത്തിൻ്റെ അറിവിലേക്ക് നയിച്ചു. പരസ്യജീവിതത്തിന് ശേഷം പീഡ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി. ഇതെല്ലാം നമ്മൾ അനുസ്മരിക്കുന്നതിന് വേണ്ടി, ഇതിലൂടെ ലഭിച്ച ദൈവകൃപ അനുസ്മരിക്കുന്നതിന് വേണ്ടി വിശുദ്ധ രഹസ്യങ്ങൾ നമുക്ക് നൽകി. ആ വിശുദ്ധ രഹസ്യങ്ങളെ നമുക്കിവിടെ സ്വീകരിക്കാം എന്നാണ് ശുശ്രൂഷി ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധ രഹസ്യങ്ങളെ സ്വീകരിക്കുന്നതിന് മുമ്പ് അഗാധമായ നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ നമ്മളിതിൽ പങ്കുകാരാകുവാൻ പരിശ്രമിക്കണം. അങ്ങനെ നമുക്കിതിൽ പങ്കുകൊള്ളാം എന്ന് ആഹ്വാനം ചെയ്യുകയാണ്. തുടർന്ന് പറയുകയാണ്, അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. അനുതാപ കാറോസസായിലേക്ക് ശുശ്രൂഷയുടെ ആഹ്വാനത്തോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരെ നയിക്കുകയാണ്. അനുതാപ കാറോസസ പരസ്നേഹത്തിൻ്റെ കാറോസസ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. പാപങ്ങൾ ക്ഷമിക്കണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ്. അന്ത്യോക്യായിൽ 4-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഒരു പ്രാർത്ഥനയിൽ നിന്നുമാണ് ഇത് രൂപപ്പെടുത്തി വന്നത്. ഈശോയാബ് 3-ാമൻ പത്രോക്യൂസാണ് പൗരസ്ത്യ സുറിയാനി ആരാധനക്രമത്തിലേക്ക് ഈ പ്രാർത്ഥന ഉൾച്ചേർത്തത്. ഇതിലൂടെ ഒരു ക്രൈസ്തവൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായ ഒരു വ്യക്തി തൻ്റെ ഈശോയുടെ പീഡാസഹന മരണോത്ഥാനങ്ങളിലൂടെ പങ്കുചേർന്ന് അവൻ സ്വർഗത്തിലേക്ക് യാത്രയാവുകയാണ്, അല്ലെങ്കിൽ സ്വർഗത്തിന് അവകാശിയായി മാറുകയാണ്. തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നത് ഈശോയുടെ പീഡാസഹന കുരിശ് മരണ ഉത്ഥാനങ്ങളിലുള്ള പങ്കുപറ്റൽ ആണല്ലോ. അവിടെ ദൈവജനം ഈ ലിറ്റനിയിൽ, ഒരു ലിറ്റനിയാണ് അല്ലെങ്കിൽ ഒരു ലുത്തിനിയാണ്. ഇതിൽ സമൂഹം പ്രാർത്ഥിക്കുന്നത് കർത്താവെ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ എന്നാണ്. അപ്പോൾ ശുശ്രൂഷ ഓരോ പ്രാർത്ഥനയുടെയും എടുത്ത് ഓരോ പ്രാർത്ഥനയിൽ ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയാണ്. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കണം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കണം. വിശുദ്ധ കുർബാന സ്വീകരിക്കാം. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് പൗത്രീകരിക്കപ്പെടാം. അതുകൊണ്ട് യോജിപ്പോടും ഐക്യത്തോടും കൂടെ ഒരേ മനസ്സോടുകൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ഇങ്ങനെ ഓരോന്ന് ചൊല്ലുമ്പോഴും സമൂഹം കർത്താവെ, ഞങ്ങളുടെ ദാസരായ ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവസാനം പ്രാർത്ഥിക്കുന്നു, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. അപ്പോൾ അവസാനം സമൂഹം പറയുന്നത് നിത്യജീവനും ഇത് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അനുതാപ കാറോസസ നടക്കുന്ന സമയത്ത് ശുശ്രൂഷി അനുതാപ കാറോസസ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സമൂഹം മറുപടി പറയുന്ന സമയത്ത് കാർമ്മികൻ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. താഴ്ന്ന സ്വരത്തിൽ ഒരു കുശാപ്പ പ്രാർത്ഥന രഹസ്യത്തിൽ ചൊല്ലുകയാണ്. അതും ആ കുശാപ്പ പ്രാർത്ഥനയിലും
എപ്പോഴും ദൈവത്തിൻ്റെ കരുണ യാചിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഈശോയുടെ പീഡാസഹന കുരിശു മരണ ഉത്ഥാനങ്ങളിലൂടെ പെസഹ രഹസ്യങ്ങളിലൂടെ നമുക്ക് ലഭിച്ചതിനെ അനുസ്മരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെയാണ്: അങ്ങയുടെ ദയാധിക്യത്താൽ അന്ധകാര ശക്തികളിൽ നിന്ന് അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ രാജ്യത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. മിശിഹ വഴി മരണത്തിൻ്റെ ശക്തി നശിപ്പിക്കുകയും അക്ഷയമായ ജീവൻ ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. മിശിഹായുടെ ഉത്ഥാനത്തിലൂടെ മരണത്തെ പരാജയപ്പെടുത്തി ജീവനിലേക്ക് നമ്മെ നയിച്ചു. ആ പരിശുദ്ധ കുർബാന ഇവിടെ ഈ ബലിപീഠത്തിങ്കൽ അർപ്പിച്ചിരിക്കുകയാണ്. അത് സ്വീകരിക്കാൻ ഞങ്ങളെ നീ യോഗ്യരാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പരിപൂർണ വിശുദ്ധിയോടെ ഈ ദാനം സ്വീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇത് ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ അങ്ങയുടെ കാരുണ്യത്തിനും ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനും നിത്യജീവനും നിദാനമാകട്ടെ. പരിശുദ്ധ കുർബാനയുടെ ലക്ഷ്യമെന്താണെന്ന് ഇവിടെ വീണ്ടും കാർമ്മികൻ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ കാരുണ്യത്തിനും ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനും സ്വർഗരാജ്യത്തിലുള്ള നിത്യജീവനും ഇത് നിദാനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അതിൻ്റെ അവസാനം തൃത്വസ്തുതിയോടുകൂടി, തൃത്വസ്തുതി വ്യത്യസ്തമായ ഒരു രീതിയിൽ ചൊല്ലിക്കൊണ്ടാണ് കാർമ്മികൻ അവസാനിപ്പിക്കുന്നത്. അങ്ങേക്കും അങ്ങയുടെ ഏകജാതനും, അതായത് പിതാവിനും അങ്ങയുടെ ഏകജാതനായ ഈശോ മിശിഹായ്ക്കും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്ന് പറഞ്ഞുകൊണ്ട് കാർമ്മികൻ കൂശാപ്പ് അവസാനിപ്പിക്കുന്നു. ആ സമയത്ത് തന്നെ ശംശാനമാരും സമൂഹവും മാറി മാറി ചൊല്ലുന്ന ലുത്തിനെയും അവസാനിക്കുന്നു. അപ്പോൾ ശുശ്രൂഷ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ എന്ന് ചൊല്ലുകയാണ്. ആ ഒരു ശുശ്രൂഷയുടെ ആഹ്വാനത്തിന് ശേഷം കാർമ്മികൻ പാപവിമോചക പ്രാർത്ഥന ചൊല്ലുകയാണ്. ആ പാപവിമോചന പ്രാർത്ഥനയോടുകൂടി അനുതാപ ശുശ്രൂഷയുടെ ഭാഗം അവസാനിക്കുകയാണ്. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് അനുതപിച്ച് ദൈവത്തിൻ്റെ കൃപ യാചിച്ചു. അപ്പോൾ അവസാനം അബ്സൊല്യൂഷൻ, പ്രെയർ ഓഫ് അബ്സൊല്യൂഷൻ, അത് പാപവിമോചക പ്രാർത്ഥന ചൊല്ലുന്നു. അതിങ്ങനെയാണ്, താഴ്ന്ന സ്വരത്തിലാണ് ചൊല്ലുന്നത്: കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. സ്വർഗത്തിലെത്തി സകല വിശുദ്ധരോടും കൂടെ ചേർന്ന് ദൈവത്തെ നിരന്തരം സ്തുതിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കണമേ. അതിനുവേണ്ടി അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും മോചിക്കണമേ. അതിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം. അങ്ങനെ ആ പ്രാർത്ഥനയോടുകൂടി അനുതാപ ശുശ്രൂഷയുടെ ഭാഗം അവസാനിക്കുന്നു. പിന്നീട് പരിശുദ്ധ ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മത്തിലേക്ക് നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു.